ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേതാവുമായ നന്ദിനി മേനോനെ ആദരിച്ചു. 2023 വർഷത്തെ ഏറ്റവും നല്ല യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ നന്ദിനി മേനോൻ കുട്ടികളുമായി തന്റെ എഴുത്തിനെക്കുറിച്ചും യാത്രാനുഭവങ്ങളെക്കുറിച്ചും സംവദിച്ചു. സഹപാഠി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവർ 3 പേരും ഒന്നിച്ചിരിക്കുന്നു, അങ്ങനെയല്ല. ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാലം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളി എന്ന് പറയും ചെലവിട്ട ഒരു ക്യാമ്പസാണിത്. ഓരോരെന്ന വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരൂ എന്ന് പറയും. തിരഞ്ഞെടുക്കുന്ന വഴികളും അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് അവർക്കൊപ്പം പോകുന്നു, അവിടുന്ന് വഴി മാറിപ്പോകുന്നു, അവിടുന്ന് ലക്ഷ്യം മാറിപ്പോകുന്നു, ഞാൻ വേറെ എവിടെയെങ്കിലേക്കൊക്കെ എത്തുന്നു. അതിന്ന് കിട്ടുന്ന കുറേ മനുഷ്യർക്കൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏറ്റവും വ്യക്തിപരമായ ഒരു നടത്തത്തിൽ വഴിവക്കിൽ കാണുന്നവർ, വഴിയുടെ മുക്കിലും മൂലയിൽ നിൽക്കുന്നവർ, ചിലപ്പോൾ അറിയാതെ നമ്മുടെ മുന്നിൽ വന്നപ്പെടുന്നവർ, അവരുടെ ഒരു ജീവിതം, അവർക്കൊപ്പമുള്ള നടത്തം, അങ്ങനെ നടന്ന് കുറേ നടന്നപ്പോൾ പല സ്ഥലത്തും എത്തിയ കൂട്ടത്തിൽ ഞാൻ ബസ്തറിലും എത്തിയെന്ന് മാത്രമാണ്. 10-12 കിലോമീറ്റർ മലകളിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തുക. ഒരു ഗ്രാമത്തിൽ 20-15 വീടുകൾ ഉണ്ടാവും. അതിൽ ഈ പറയുന്ന വാംറോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റ പുല്ലില്ല, ഒറ്റ മണ്ണില്ല, വെറും പാറക്കെട്ടുകളും മലകളും മാത്രമുള്ള ഒരു സ്ഥലം. അതിന്റെ ഈ പാറക്കെട്ടുകളുടെ ഇടയിലാണ് വീട് വെക്കുന്നത്. കയറിലാണ് അവർ തൂങ്ങി ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് കയറിൽ തൂങ്ങിയാണ് അവർ മുകളിലേക്ക് കയറുന്നത്. അടുത്ത കാലം വരെ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്ന കാലമായിരുന്നു. എക്സൈറ്റഡ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളെ കാണുന്നത്. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അവസാനിക്കുന്ന കുറേ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ 5ലും 6ലും നടന്ന ഓരോ സ്കൂൾ അനുഭവത്തിലെ കാര്യങ്ങളും ഇത്രയും മനോഹരമായ രീതിയിൽ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും നമ്മുടെ സ്കൂളിൽ നടത്തുന്ന പല കാര്യങ്ങളും അതെ ഞങ്ങളും ഇതുപോലെ ഓർത്തു വെക്കേണ്ട ഒന്നാണ്. വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇത്രയും പ്രശസ്തയായിട്ടുള്ള മാമിന്റെ നാട്ടുകാരിൽ കൂടെ ആയത് കാരണം ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ നമ്മുടെ രീതിയിൽ കാണരുത്, ആ സ്കെയിൽ കൊണ്ട് അളക്കരുത് എന്നുള്ളൊരു അനുഭവം അത് എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തു. മാത്രമല്ല ഞാനും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇതും കൂടി വന്നു. അപ്പോൾ താങ്ക് യു. തന്റെ വിദ്യാലയ അനുഭവങ്ങൾ കൂടി പങ്കുവച്ച പരിപാടി കുട്ടികൾക്ക് വേറിട്ടൊരനുഭവമായി മാറി. യാത്രകൾ വെറും ആഘോഷം മാത്രമാക്കാതെ വ്യത്യസ്തരായ ആളുകളെയും സംസ്കാരത്തെയും ജീവിത രീതികളെയും അറിയാനും ഉൾക്കൊള്ളാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു. സ്കൂൾ ലൈബ്രറിയിലേക്ക് തന്റെ 2 പുസ്തകങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രോഗ്രാം ഓഫീസർ സുജിത ആർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സിന്ധു കെ നന്ദിയും പറഞ്ഞു. പ്രിൻസിപ്പൽ ഗിരി എഴുത്തുകാരിക്കുള്ള ആദരം സമർപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് മാത്യു MJ ചടങ്ങിൽ അധ്യക്ഷനായി. അധ്യാപകരായ സിമി ആർ കൃഷ്ണ, റാഫിയ, വിദ്യാർത്ഥികളായ ജീന, റോബിൻ, അക്ഷയ, ആരാധന തുടങ്ങിയവർ സംസാരിച്ചു.